ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിൽ നിർധന വിഭാഗങ്ങൾക്ക് ആശ്വാസമേകി സൗജന്യ തിമിര ശസ്ത്രക്രിയ സംഘടിപ്പിച്ച് വേറിട്ട കാഴ്ചയേകി മായന്നൂർ തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്ര ക്ഷേമ സമിതി. മായന്നൂർ തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിന്റെ 6ാമത് പ്രതിഷ്ഠാദിന മഹോത്സവവും സർപ്പബലിയും നടത്തി. പ്രതിഷ്ഠാദിന മഹോത്സവ ഭാഗമായി ക്ഷേത്രത്തിനകത്ത് വിശേഷാൽ ചടങ്ങുകൾ നടന്നു. നാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. വൈകിട്ട് ഗുരുതി പൂജ, സർപ്പബലി എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്രക്ഷേമ സമിതിയുടെയും നേതൃത്വത്തിൽ സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന സാധാരണ ജനവിഭാഗങ്ങൾക്ക് ആശ്വാസമേകി സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ സംസാരിച്ചു. കൊണ്ടാഴി മായന്നൂർ തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്ര ക്ഷേമ സമിതിയും ഒറ്റപ്പാലം ഐകെയർ ഹോസ്പിറ്റലും സംയുക്തമായിട്ട് തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിൻ്റെ 6ാമത് പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കണ്ണു പരിശോധന ക്യാമ്പ്, സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. നമുക്ക് സാധാരണഗതിയിൽ അമ്പലങ്ങളിലൊക്കെ തന്നെ പ്രതിഷ്ഠാദിന ആഘോഷങ്ങൾ ഒക്കെ തന്നെ ആധ്യാത്മിക പരിപാടികൾ മാത്രമായിട്ട് ആണ് നടത്താറുള്ളത്. എന്നാൽ പതിവിന് വിപരീതമായിട്ട് നമ്മൾ ജനോപകാരപ്രദമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ അഭിവൃദ്ധിയാണ്. ഒരു ക്ഷേത്രം മറ്റ് ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒക്കെ അസുഖങ്ങൾ ഭേദമാക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് സാധാരണഗതിയിലെ ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ക്ഷേത്രക്ഷേമ സമിതി ഒറ്റപ്പാലം ഐകെയർ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് ഇത്തരം ഒരു സൗജന്യ പരിശോധന ക്യാമ്പ് കൂടി ഇതിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഈക്കാട് മന നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ചൈതന്യ വർധനവിന് ഉതകുന്ന പരിപാടികൾ ക്ഷേത്രത്തിനകത്ത് നടക്കുമ്പോൾ പുറത്ത് പ്രത്യക്ഷമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, ഭക്തർക്ക് ഉപകാരപ്രദമാകുന്ന ഈ സൗജന്യ പരിശോധനാ ക്യാമ്പ്, നേത്ര പരിശോധനാ ക്യാമ്പ് ഇന്നിവിടെ നടക്കുകയാണ്. ഇതൊരു പുതുമയായിട്ടാണ് പല ഭക്തരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഒട്ടേറെ ഭക്തർ ഇത് പരിശോധിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം ഐകെയർ ഹോസ്പിറ്റലിൻ്റെ ഭാരവാഹികളെ ഈ സന്ദർഭത്തിൽ, ഡോക്ടർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. തുടർന്ന് ഒറ്റപ്പാലം ഐകെയർ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ഹരിദാസ് ഉണ്ടിയിൽ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. ഈ ക്ഷേത്ര പരിസരത്ത് ഒരു ക്യാമ്പ് നടത്താൻ ഐകെയറിന് കഴിഞ്ഞു എന്നുള്ളതൊരു നല്ല സംഭവമായിട്ട് തോന്നുന്നു. അതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് നമ്മുടെ ശ്രീ നാരായൺജിയാണ്. നാരായൺജിയിൽ കൂടെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. നാരായൺജി ഇവിടെ മാത്രമല്ല, ഒറ്റപ്പാലം ഐകെയർ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല പൊതു ജനപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള കണക്ഷൻ്റെ പുറത്താണ് ഇവിടെ വരാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ ഇത്രയും നല്ല സൗകര്യങ്ങളിൽ ഇങ്ങനൊരു ക്യാമ്പ് നടത്താൻ ഒറ്റപ്പാലം ഐകെയറിന് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒറ്റപ്പാലം ഐകെയർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിൻ്റെ അടിയിലുള്ളൊരു യൂണിറ്റാണ്. ഈ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് 2008 മുതൽ പൊതുപ്രവർത്തനങ്ങളിൽ ഒരുപാട്, പ്രത്യേകിച്ച് വുമൺ എംപവറിങ് അങ്ങനെയൊക്കെ. അതായത് സാധാരണ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് വെറും സാമ്പത്തികമായിട്ടുള്ള ഇത് മതില്ല, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഉള്ളൊരു ആരോഗ്യമാണ്. അത് അസുഖങ്ങളുള്ള ആ ഒരു അവസ്ഥയാണ് ശരിക്കും. ഈ 3 മേഖലകളിലും ഒറ്റപ്പാലം ഐകെയർ ഹോസ്പിറ്റലിൻ്റെ
മധുക്കാൻ സനായി ഓഡബിലിറ്റി ഒരുപാട് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം ക്ഷേത്രാങ്കണത്തിൽ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 9-ലെ യുവഗായകൻ ബൽറാം കെയ്ക്കും സിനിമാ നടൻ, സംവിധായകൻ, മിമിക്രി ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ സുപ്രസിദ്ധനായ ശശി കുളപ്പുള്ളിക്കും അനുമോദനങ്ങൾ സമ്മാനിക്കും. സ്റ്റേജിൽ പാട്ടിനൊപ്പം പൌഡർ ആർട്ട് വഴി നിരവധി പ്രമുഖ വ്യക്തികളെ വരച്ച ശശി കുളപ്പുള്ളിക്ക് സ്വീകരണ പരിപാടിയും ഒരുക്കുന്നുണ്ട്. അതിനുശേഷം കരോക്കെ ഗാനമേളയും സംഘടിപ്പിക്കും. പരിപാടിയെക്കുറിച്ച് നാരായണൻ വി. റാം വ്യക്തമാക്കി. നമ്മുടെ കുളപ്പുള്ളി ശശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമാ സംവിധായകൻ, ആള് ഐഡിയ സ്റ്റാർ സിംഗർ ഐഡിയയിലെ ഒരു രസികരാജ എന്ന് പറഞ്ഞ കോമഡി സ്റ്റാറിൻ്റെ കൂടെ വന്ന് ആൾ ഒരുപാട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ചാക്യാർ എന്നുള്ളൊരു ജനശ്രദ്ധ നേടിയുള്ളൊരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. അതുകൂടാണ്ട് സ്റ്റേജിൽ പാട്ട് പാടുന്ന സമയത്ത് ഒരു പൗഡർ ആർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ കഥ എഴുത്തുകാരനാണ്, സംവിധായകനാണ്. അദ്ദേഹത്തിന് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് നമ്മളിതിലേക്ക് വിളിച്ചിട്ടുണ്ട്. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളും ഒറ്റപ്പാലം ഐക്കെയർ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. CCV ന്യൂസ്, മായന്നൂർ.